നമസ്തേ. ദശകം 34 ശ്ലോകം 6. ശ്രുത്വാ പുത്രാതിഗിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംഭൂതസ്മൈ നിദദിതവരദേ പാദുകാമേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാദിത്യം വിരാതം സുഗതിമകലയ ചാരുഭൂഷാരഭംഗീം. വനവാസകാലത്ത് ഭഗവാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെപ്പറ്റി പറയാൻ, അയോധ്യയിലെ രാജാവായി സ്ഥാനമേറ്റെടുക്കാൻ വസിഷ്ഠാദി മഹർഷികൾ ഉപദേശിച്ചപ്പോൾ ജ്യേഷ്ഠന് ഉള്ളപ്പോൾ ആ പദവി ഏറ്റെടുക്കുന്നത് അധാർമികമാണെന്ന് പ്രഖ്യാപിച്ച് ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവന്ന് രാജാവാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഭരതൻ പൗരജനങ്ങളോടൊപ്പം ചിത്രകൂടത്തിലേക്ക് പോയി. ഭരതനെ രാജാവായി വാഴിക്കുക, ശ്രീരാമൻ വനത്തിൽ പോവുക എന്നാണ് അച്ഛൻ്റെ നിശ്ചയം. പക്ഷേ ഭരതൻ അത് സ്വീകരിച്ചില്ല. ജ്യേഷ്ഠനിരിക്കെ അനുജൻ ഒരിക്കലും അതിന് അവകാശമുണ്ടാകുന്നില്ല എന്ന ആ ധാർമ്മികമായ തത്വത്തെ മുറുകെ പിടിച്ചു ഭരതൻ. അങ്ങനെ ചിത്രകൂട ആശ്രമത്തിലേക്ക് ഭരതൻ ജനങ്ങളെ മുഴുവനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പൗരാവലി മുഴുവനും ചിത്രകൂടത്തിലെത്തി. അച്ഛൻ്റെ നിര്യാണ വാർത്ത ഭരതനിൽ നിന്ന് കേട്ടപ്പോൾ തീവ്ര ദുഃഖിതനായ ശ്രീരാമൻ ഉടനെ അച്ഛന് വേണ്ടി അന്ത്യേഷ്ടി ഉദകക്രിയകൾ ചെയ്തു. അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതാണ് മക്കളെന്ന നിലയിൽ നമ്മുടെ ധർമ്മമെന്ന് ഉപദേശിച്ച് ശ്രീരാമൻ തൻ്റെ മെതിയടിയും അയോധ്യ രാജ്യവും ഭരതനെ ഏൽപ്പിച്ചു. അവിടെ അത് വലിയൊരു കാര്യമാണ് നടന്നത്. ഭരതനോട് പറഞ്ഞു, അച്ഛൻ്റെ വാക്ക് പാലിക്കണം. എനിക്ക് തന്നത് വനവാസമാണ്, നിനക്ക് രാജ്യാധികാരമാണ് നൽകിയത്, അത് നീ പാലിക്കുക തന്നെ വേണം. അതൊരു തരത്തിലും വെച്ചുമാറാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അധാർമികമാണ്. പക്ഷേ ഭരതൻ ഒരിക്കലും ഏട്ടൻ ജീവിച്ചിരിക്കെ ആ സ്ഥാനം ഏറ്റെടുക്കില്ല എന്നുള്ളത് ഉറച്ചു. അങ്ങനെ മരണം വരെ ഉപവാസമെടുക്കാൻ തയ്യാറായി. ഇത് കണ്ടപ്പോൾ ഭഗവാൻ തൻ്റെ കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിച്ച് വസിഷ്ഠനോട് താൻ ആരാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ പറഞ്ഞു. അതനുസരിച്ച് വസിഷ്ഠ മഹർഷി, ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, രാവണനെ വധിക്കാനായിട്ട് അവതരിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ, വനവാസ കാലഘട്ടത്തിൽ വേണം അത് നടത്താനായിട്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭരതന് മനസ്സിലായി ജ്യേഷ്ഠൻ മഹാവിഷ്ണുവാണ്. ഉടനെ ഭഗവാൻ തൻ്റെ മെതിയടി ഭരതനെ ഏൽപ്പിച്ചു. 14 വർഷം നീ ആ രാജ്യത്തെ നന്നായി പരിപാലിക്കൂ എന്ന് പറഞ്ഞ് ഭരതനെയും രാജ്യവാസികളെയും തിരിച്ചയക്കുകയാണ് ചെയ്തത്. അടുത്ത് ശ്ലോകം 7. നത്വാഗസ്ത്യം സമസ്താ ശരനികരസ പത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനുജമുനിനാ വൈഷ്ണവേ ദിവ്യചാഭേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പതിപൃതസുഹൃതം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരസ അസിപുര പഞ്ചവിഡ്യാം വധോഢ്യാം. ദണ്ഡകാരണ്യത്തിൽ വെച്ച് അഗസ്ത്യ മഹർഷിയെ ചെന്ന് കണ്ട് വന്ദിച്ചു ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും. അവിടെ വെച്ച് ദുഷ്ടരാക്ഷസ വംശത്തെ ഉന്മൂലനം ചെയ്ത് താപസന്മാർക്ക് സന്തോഷത്തെ ഭഗവാൻ പ്രദാനം ചെയ്യും എന്ന പ്രതിജ്ഞ അവിടെ പ്രഖ്യാപിച്ചു. അഗസ്ത്യ മഹർഷി നൽകിയ വൈഷ്ണവചാപവും ബ്രഹ്മാസ്ത്ര മന്ത്രോപദേശവും ശ്രീരാമൻ സ്വീകരിച്ചു. വഴിയിൽ വെച്ച് അച്ഛൻ്റെ ഉത്തമ സുഹൃത്തും പക്ഷിശ്രേഷ്ഠനുമായ ജടായുവിനെ കണ്ട് ദാശരഥി ശ്രീരാമചന്ദ്രൻ സന്തോഷിച്ചു. ഗോദാവരി നദീതീരത്തുള്ള പ്രകൃതി രമണീയമായ പഞ്ചവടിയിൽ ഒരാശ്രമം നിർമ്മിച്ച് പത്നിയോടും സഹോദരനോടും കൂടെ ശ്രീരാമൻ സന്തോഷത്തോടെ താമസിച്ചു. അങ്ങനെ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ മുനിമണ്ഡലം എന്ന സ്ഥലത്ത് ശ്രീരാമചന്ദ്രൻ 13 വർഷത്തോളം താമസിച്ചു എന്നാണ് പറയുന്നത്. അവിടെയുള്ള ദുഷ്ടരാക്ഷസന്മാരെ മുഴുവനും തന്നെ ഇല്ലാതാക്കി അവിടുന്ന് നേരെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. അഗസ്ത്യ മഹർഷി ഭഗവാനെ കാത്തിരിക്കുകയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ അവർ തമ്മിൽ വളരെ നേരം സംസാരിച്ച് അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി ശ്രീരാമചന്ദ്രൻ പഞ്ചവടിയിലെത്തി അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് തൻ്റെ പത്നിയോടും സഹോദരനും കൂടി താമസിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 8.
പ്രാപ്തായ ശൂർപ്പണഖ്യാ മദനചലധൃതി അത്തനയനിസ്സഹാത്മാ താം സൗമിത്രോ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂലനാസം ദൃഷ്ട്വേനാം രുഷ്ടചിത്തം ഗരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധസമധികാം ദക്ഷണാദക്ഷതോഷ്മാം. അക്ഷയമായ പൗരുഷത്തോടു കൂടിയ ശ്രീരാമൻ്റെ സമീപത്തേക്ക് കാമപരവശയായി വന്ന ശൂർപ്പണഖ രാവണൻ്റെ സഹോദരിയാണ്. പ്രണയാഭ്യർത്ഥന കേട്ട് സഹിക്കാനാവാതെ അവളെ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. ലക്ഷ്മണൻ കോപിഷ്ഠനായി അവളുടെ മൂക്ക് മുറിച്ചു. വൈരൂപ്യം വന്ന ശൂർപ്പണഖയെ കണ്ടിട്ട് സഹോദരന്മാരായ ഖരദൂഷണത്രിശിരസ്സുകൾ ക്രുദ്ധരായി ഏറ്റുമുട്ടാനായി വന്നപ്പോൾ ശ്രീരാമൻ വളരെ വേഗത്തിൽ തന്നെ, അതായത് 3.25 നാഴിക നേരം എന്നാണ്, അതായത് 1.5 മണിക്കൂർ സമയം കൊണ്ട് 10,000 രാക്ഷസന്മാരെയും 14,000 രാക്ഷസന്മാരെയും വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ തൻ്റെ അവതാര ദൗത്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുഷ്ട രാക്ഷസ കുലത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ മുനിമണ്ഡലത്തിൽ വെച്ചും ഒരുപാട് രാക്ഷസന്മാരെ നിഗ്രഹിച്ചു. ഇപ്പോഴിവിടെ ഖരദൂഷണ തൃശിരാക്കളെ നിഗ്രഹിക്കാനുള്ള കാരണത്തെപ്പറ്റി പറയാണ്. രാവണൻ്റെ സഹോദരി പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ തനിക്കൊരു പത്നിയുണ്ട്, ഒരു പത്നിയുള്ളപ്പോൾ മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുന്ന ധർമ്മമല്ല, ഞാൻ ഏകപത്നി വ്രതധാരിയാണ്, അതുകൊണ്ട് ലക്ഷ്മണനോട് പറയും അവൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയച്ചു. പക്ഷേ ലക്ഷ്മണൻ നിരാഹാര വ്രതത്തോടുകൂടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് സീതയെ വധിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ തന്നെ സ്വീകരിക്കും എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി സീതയെ കൊല്ലാനായിട്ട് ശൂർപ്പണ ചെന്നപ്പോൾ ലക്ഷ്മണൻ ഇടപെടുകയും അവർ അംഗവൈകല്യം വരുത്തുകയും ചെയ്തു. അങ്ങനെ അംഗവൈകല്യം വന്ന ശൂർപ്പണഖ തൻ്റെ സഹോദരന്മാരായ ഖരദൂഷണ തൃശിരാക്കളുടെ അടുത്ത് ചെന്ന് സങ്കടം ബോധ്യപ്പെടുത്തി. ഉടനെ അവർ സൈന്യത്തോടുകൂടി ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടി അവരെ മുഴുവനും ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ വധിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം 9. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖ ഇഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹതി മനുഗത പ്രാവതീർബാണഘാതം തന്മായാക്രന്ദനിര്യാപിതഭവദനുജാം രാവണസ്താമഹർഷി തേനാത്തോഭിത്വമന്ത കിമപി മുദമഥ തദ്വദുപായലാഭാത്. ഇവിടെ അതിനുശേഷം എന്ത് നടന്നു എന്ന് പറയാണ്. ഖരദൂഷണ തൃശിരാക്കളെ വധിച്ചത് കണ്ടപ്പോൾ ശൂർപ്പണഖ നേരെ ലങ്കയിൽ ചെന്ന് തൻ്റെ സഹോദരനായ രാവണനോട് തൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ അത് കേട്ട് തൻ്റെ സഹോദരിയെ പീഡിപ്പിച്ചു, അവളെ ഉപദ്രവിച്ചു എന്നറിഞ്ഞ രാവണൻ ശ്രീരാമാദികളെ വധിക്കണം എന്ന് തീരുമാനിക്കുക. അതിന് മുമ്പായിട്ട് ശ്രീരാമൻ്റെ പത്നിയെ കൊണ്ടുവരണം, പത്നിയെ തനിക്ക് സ്വന്തമാക്കണം എന്ന തീരുമാനമെടുത്ത് അതിനുള്ള ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്. വൈരൂപ്യം ബാധിച്ച സഹോദരി ശൂർപ്പണഖ പറഞ്ഞ വാർത്തകൾ കേട്ട് കോപിച്ച് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവരുവാനുള്ള പദ്ധതിയുമായി മാരീചനെ സമീപിച്ചു. പൊന്മാനായി രൂപമെടുത്ത് രാമാശ്രമത്തിൽ ചെന്ന് സീതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ രാവണൻ പ്രേരിപ്പിച്ചു. അതനുസരിച്ച് മാരീചൻ പൊന്മാനായി മാറി രാമാശ്രമത്തിൻ്റെ സമീപത്ത് നിന്നു. മനോഹരമായ പൊന്മാനിനെ കണ്ട് അതിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ ശ്രീരാമനോട് അതിനെ പിടിച്ചു കൊണ്ടുവരുവാൻ സീതാദേവി പറഞ്ഞു. അതനുസരിച്ച് ശ്രീരാമൻ മാനിനെ പിന്തുടർന്നുവെങ്കിലും പിടിക്കുവാൻ സാധിച്ചില്ല. കുറച്ചകലെ എത്തിയപ്പോൾ അദ്ദേഹം ബാണം മാനിൻ്റെ നേരെ പ്രയോഗിച്ചു. ബാണമേറ്റ് വീഴുമ്പോൾ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ദയനീയമായി കരഞ്ഞു. ഭർത്താവിൻ്റെ കരച്ചിലാണ് എന്ന് തെറ്റിദ്ധരിച്ച് പരിഭ്രാന്തയായ സീത ലക്ഷ്മണനോട് ജ്യേഷ്ഠനെ അന്വേഷിച്ച് വരുവാൻ നിർബന്ധിച്ചു. ലക്ഷ്മണൻ പോയ സന്ദർഭത്തിൽ രാവണൻ സന്യാസി വേഷത്തിൽ വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോയി. ഈ വിവരം അറിഞ്ഞ ശ്രീരാമൻ ദുഃഖിതനായെങ്കിലും രാവണവധത്തിനൊരു കാരണമായെന്ന് ചിന്തിച്ച് ഉള്ളിൽ സമാധാനിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞത് ഖരദൂഷണ തൃശിരാക്കളെ കൊന്നതിന് ശേഷം
സീതാദേവിയോട് അഗ്നിമണ്ഡലത്തിൽ മറയാൻ പറയുന്ന ഭഗവാൻ. പിന്നീട് സീത ഒരു മായാസീതയായിട്ട് വേണം തൻ്റെ കൂടെ ബാക്കിയുള്ള വനവാസകാലത്ത് കഴിയാൻ എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഈ രഹസ്യം ലക്ഷ്മണൻ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ആ മായാസീതയാണ് ആശ്രമത്തിൽ നിർത്തിയിട്ടാണ് ഭഗവാൻ മാൻ്റെ പിന്നാലെ പോയത്. ആ മാൻ ദൂരം ചെന്ന സമയത്ത് ഭഗവാൻ പിടികിട്ടില്ല എന്ന് മനസ്സിലാക്കി അമ്പ ചെയ്തു. അങ്ങനെ അമ്പ ചെയ്ത് പ്രാണവേദനയിലൂടി ശ്രീരാമനാണ് ഈ അമ്പേറ്റതെന്നുള്ള തെറ്റിദ്ധാരണ വരുത്താനായിട്ട് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ മാരീചൻ പൊട്ടിക്കരയാണ് ചെയ്തത്. ഈ കരച്ചിൽ കേട്ടപ്പോൾ ലക്ഷ്മണൻ അന്വേഷിച്ചിരുന്ന ഈ സമയത്ത് രാവണൻ സന്യാസിയായി വന്ന് ഈ മായാസീതയെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അടുത്ത് ശ്ലോകം 10. ഭൂയസ്തന്വീം വിജുന്നന ഹൃദദിശമുഖ തദ്വതും മദ്വദേനേ ഉക്ത്വായാദേ ജഡായോ ദിവമദസുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഗനിദശവരീം പ്രേക്ഷ്യപം പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും വൃഷമുദിതമന പാഹി വാദാലയേശ. രാമലക്ഷ്മണന്മാർ സീത എവിടെയാണെന്ന് കണ്ടെത്താനായുള്ള അന്വേഷണം തുടങ്ങി. സീതയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ പോകുമ്പോൾ സീതയെ തേരിൽ കയറ്റി പോകുന്ന രാവണനെ ആകാശത്ത് വെച്ച് ഏറ്റുമുട്ടി ചെറുകുളറ്റ നിലയിൽ മരണാസനനായി കിടക്കുന്ന ജടായുവിനെ കണ്ടു. ജടായു വാസ്തവത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പിതാവായ ദശരഥൻ്റെ സുഹൃത്താണെന്ന് നേരത്തെ പഞ്ചവടിയിൽ വെച്ച് തന്നെ ഭഗവാൻ അറിയാൻ സാധിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ പിന്നീട് കഴിഞ്ഞത്. അപ്പോഴാണ് ജടായു തൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് ഈ രാക്ഷസനുമായി ഏറ്റുമുട്ടിയ അവസ്ഥ മനസ്സിലാക്കുന്നത്. അതിൽ ചന്ദ്രഹാസൻ എന്ന ആ വാളുകൊണ്ട് അവിടെ ചിറകുകൾ അരിഞ്ഞ് വീഴ്ത്തപ്പെട്ട ജടായുവിനെ, മരണാസനനായ ജടായുവിനെ കാണുന്നത്. ഭഗവാനെ നോക്കിക്കൊണ്ടാണ് ജടായു, ഭഗവാന്റെ മടിയിൽ തലവെച്ച് ഭഗവാനെ നോക്കിക്കൊണ്ടാണ് ജടായു മരണമടഞ്ഞത് എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ ഉത്തമ സുഹൃത്തായ ജടായുവിന് വിധിപ്രകാരമുള്ള മരണാനന്തര സംസ്കാരങ്ങൾ ശ്രീരാമൻ നടത്തി. പിന്നീട് പിടിച്ചു തിന്നാനായി വന്ന കബന്ധനെ രാമലക്ഷ്മണന്മാർ കൂടി വധിച്ചു. ശബരിയുടെ ആശ്രമത്തിൽ ചെന്ന ഭക്തിയായ ശബരിയെ ശ്രീരാമൻ അനുഗ്രഹിച്ചു. പമ്പാനദിയുടെ തീരത്ത് വെച്ച് വായുപുത്രനായ ഹനുമാനെ കണ്ട് സന്തോഷിച്ച ശ്രീരാമൻ തൻ്റെ സഹായിയായി കൂടെ വരാൻ ഹനുമാനോട് പറഞ്ഞു. ആദ്യമായിട്ടുള്ള ഹനുമാനുമായിട്ടുള്ള ബന്ധം പറയുന്നു. വളരെ ചുരുക്കത്തിലാണ് രാമായണത്തിലെ ബാലകാന്ഡം മുതൽ ആരണ്യകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 10 ശ്ലോകത്തിലൂടെ ഈ 2 കാണ്ഡത്തിൻ്റെ കഥകളും പറഞ്ഞു. ഹനുമാനുമായുള്ള ബന്ധത്തെപ്പറ്റി കിഷ്കിന്ധാകാന്ഡത്തിലെ പ്രാരംഭത്തിലാണ് പറയുന്നത്. ആ സംഭവം ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയും കൂടി ഈ ഗ്രന്ഥത്തിനുണ്ട് എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ.